നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ താരം നിലമ്പൂരാണ്. മഴക്കാലമാണെങ്കിലും നിലമ്പൂരുകാർക്ക് ഇത് ചൂടുകാലമാണ്. അതെ, തിരഞ്ഞെടുപ്പിന്റെ ചൂടുകാലം. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം കൂട്ടാൻ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നിലമ്പൂരിലേക്ക് എത്തുകയാണ്. സുരേഷ് ഗോപിയുടെ വരവിൽ ആകെ അടിപതറിയിരിക്കുകയാണ് കോൺഗ്രസ്. ഒന്നാമതേ NDA തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസ് തട്ടകത്തിൽ നിന്നും പൊക്കിയതിന്റെ ഷോക്ക് തീരും മുന്നെയാണ് സുരേഷ് ഗോപിയെ കൂടി ഇറക്കി തട്ടകം പിടിക്കാനുള്ള BJPയുടെ തന്ത്രം രാജീവ് ചന്ദ്രശേഖർ എന്ന ചാണക്യൻ നടപ്പിലാക്കുന്നത്. എന്തായാലും മുന്നണികൾ കളം നിറഞ്ഞിരിക്കുകയാണ്. ഇനി നിലമ്പൂരുകാർ ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് അടുത്ത ചർച്ച. എല്ലാ മുന്നണികളും തീപാറുന്ന പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളെ വഞ്ചിച്ച PV അൻവറിനൊപ്പം നിലമ്പൂർ ജനത നിൽക്കില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. കുലംകുത്തിയായ അൻവർ അതിന് അർഹനല്ല എന്നതാണ് സത്യവും. ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ജനം നിൽക്കില്ല. സ്വതന്ത്രനെ പരീക്ഷിക്കാമെന്ന നിലമ്പൂരിലെ ജനങ്ങൾ ഇനി കരുതില്ല. കാരണം ചതി വന്നത് ഒരു സ്വതന്ത്രനിൽ നിന്നായതുകൊണ്ട് ഇനി അത് ഉണ്ടാവില്ല. നിലമ്പൂർ ജനതയ്ക്ക് ചായ്വ് കൂടുതൽ BJPയോടാണ്. കാരണം അഴിമതിക്കെതിരെ പോരാടാൻ നരേന്ദ്രമോദി സർക്കാരിനെ കഴിയൂ എന്ന തിരിച്ചറിവ് നിലമ്പൂരിലെ ആളുകൾക്കും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സ് NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിനൊപ്പമായിരിക്കും. കോൺഗ്രസിലെ അഴിമതി ഭരണം കണ്ടുമടുത്താണ് അദ്ദേഹം BJPയിലെത്തിയത്. പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ അവഗണനയിൽ വീർപ്പുമുട്ടുന്ന ഇടതു വലതു മുന്നണികളുടെ വാഗ്ദാനങ്ങൾക്കിടയിൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമില്ലാതെ വലയുന്ന ഒരു ജനതയാണ് നിലമ്പൂരിലുള്ളത്. 4.5 പതിറ്റാണ്ടുകാലത്തെ പൊതുസേവനത്തിലൂടെ നിയമത്തിന്റെയും നീതിയുടെയും വഴികളിൽ സാധാരണക്കാരന് മനസ്സറിഞ്ഞ സ്ഥാനാർത്ഥിയാണ് NDA നിർത്തിയിരിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ NDA ലക്ഷ്യം വെക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി നീതി നിഷേധിക്കപ്പെട്ട മലയോര ജനതയുടെ വിമോചനത്തിനായുള്ള അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ചരിത്രപരമായ ഒരു ദൗത്യം കൂടിയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂരിലെ ജനതയെ കാണാൻ കേന്ദ്രമന്ത്രി എത്തുന്ന കാര്യം BJP ദേശീയ നിർവാഹ സമിതി അംഗം PK കൃഷ്ണദാസാണ് വ്യക്തമാക്കിയത്. നിലമ്പൂരിൽ ഇത്തവണ ഇരു മുന്നണികൾക്കുമെതിരായ ജനവിധി ഉണ്ടാകും. ഇടത് വലത് മുന്നണികളുടെ വികസന വിരുദ്ധ അവസരവാദ നിലപാടിനെതിരെയായിരിക്കും ഇത്തവണ നിലമ്പൂരിലെ ജനത വിധിയെഴുതുക. വികസിത കേരളത്തിനും വികസിത നിലമ്പൂരിനും അനുകൂലമായി ഇത്തവണ വോട്ട് ചെയ്യും. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാത നടപ്പിലാക്കാൻ NDA തയ്യാറാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടും ഇരു മുന്നണികളും പദ്ധതിയിൽ താൽപ്പര്യമില്ലായിരുന്നു. നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനം നടത്തിയിട്ട് 2 പതിറ്റാണ്ടിലേറെയായിട്ടും അത് നടപ്പിലാവാത്തത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ LDFും UDFും തയ്യാറാവുന്നില്ല. ഈ സാഹചര്യത്തിൽ വികസനത്തിനായുള്ള രാഷ്ട്രീയത്തിനൊപ്പം ചേരാൻ നിലമ്പൂരിലെ ജനത തയ്യാറാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ താമര വിരിയും.